ഈ സമയത്ത്. അതിൽ ടിക്കറ്റ് കൊടുക്കുന്നുണ്ട്, ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് പേർക്ക് ബോച്ചേട്ടി കിട്ടിയില്ല എന്ന് പറയുന്നു. സ്റ്റാർട്ടിങ്ങിൽ കിട്ടാൻ വൈകി എന്നുള്ളത് സത്യമാണ്. അത് ഏത് സാധനവും ഡിമാൻഡ് ഉണ്ടെങ്കിൽ വൈകും. പിന്നെ താങ്കൾ ഫിജി കാർട്ടും ഇന്നാള് പൊട്ടിയ ഹൈറിച്ച് കമ്പനിയുമായിട്ടാണ് നിങ്ങൾ കമ്പയർ ചെയ്യുന്നത്. ഹൈറിച്ച് കമ്പനി താങ്കൾ പറയുന്നു, ന്യൂസുകളിലൊക്കെ കണ്ടു, ഈ ചില കമ്പനികളൊക്കെ ഈയിടെയായിട്ട് 2-4 വർഷം കൊണ്ട് പൊട്ടിമുളച്ച് ആയിരക്കണക്കിന് കോടി രൂപ കേസും കൂട്ടങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ ഈ ഹൈറിച്ച് എന്താണ്, എങ്ങനെയാണ് താങ്കൾ അത് കമ്പയർ ചെയ്യുക? നിങ്ങൾ വരൂ, ഹൈറിച്ച് എന്താണ്, ഇത് ഫിജി കാർട്ട് എന്താണെന്ന് നമ്മൾ രേഖാമൂലം കാണിച്ചു തരാം. ഹൈറിച്ച് പൈസ കളക്ട് ചെയ്തുകൊണ്ടിരുന്നു ജനങ്ങളിൽ നിന്ന്. കാശ് കളക്ട് ചെയ്തിട്ട് ഇപ്പൊ ഉദാഹരണം 1 ലക്ഷം വാങ്ങിയാൽ അത് 1 വർഷമാകുമ്പോൾ 10 ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? പിന്നാളെ ഏതോ വേറെ കമ്പനി, ഒരിക്കലും സാധ്യമല്ല. ഒരു 12, 14, 15% ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ലാഭം ഇങ്ങനത്തെയൊക്കെയാണ് റിട്ടേൺ കൊടുക്കാൻ പറ്റുള്ളൂ, മാന്യമായ ഒരു കച്ചവടം ചെയ്തിട്ട്. അപ്പോ ഇരട്ടിപ്പിച്ചു കൊടുക്കുക പൈസ, അത് സാധ്യമല്ല. മാത്രമല്ല നിയമപ്രകാരം അങ്ങനെ പൈസ കളക്ട് ചെയ്യാൻ പാടില്ല. അപ്പൊ ഫിജി കാർട്ട് എന്താണ് ചെയ്യുന്നത്? രേഖാമൂലം സംസാരിക്കാം. പ്രോഡക്റ്റുകൾ വിൽക്കുന്നു, ആ വിൽക്കുന്നവർക്ക് ബിസിനസ് ചെയ്യാനുള്ള ഒരു ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമാണ്. ഇവിടെ മണി ചെയിൻ ഒന്നും ഇല്ല. താങ്കൾ വരൂ, ഇത് നോക്കൂ. ഒരു ഹൈറിച്ച് പൊട്ടി, അല്ലെങ്കിൽ അവിടെ ഇവിടെ ഇന്നലെ പൊട്ടി മുളച്ച് അവരൊക്കെ പൊട്ടി എന്ന് പറഞ്ഞാൽ അവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ജനങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഇത്രയും വർഷത്തെ പാരമ്പര്യത്തിൽ ഞാൻ കച്ചവടം ചെയ്യുന്നു, ഇന്ന് വരെ ഒരാൾക്ക് അവരുടെ മുതലോ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് അവരുടെ ലാഭവിഹിതം ഇന്ന് കിട്ടാതെ എൻ്റെ ഈ കാലഘട്ടത്തിൽ 35 വർഷമായിട്ട് ഒരാളെ കാണിച്ചു തരാൻ പറ്റുമോ? അതല്ലേ വിശ്വാസം. അപ്പൊ അങ്ങനെ നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ ജനങ്ങൾ എന്ത് വിചാരിക്കും? അതാണ് എനിക്ക് പറയാനുള്ളത്. താങ്കൾ രേഖകൾ നോക്കി സംസാരിക്കൂ. എൻ്റെ ഇൻവെസ്റ്റേഴ്സ് എന്നിൽ ഹാപ്പിയാണ്, വിശ്വാസമുണ്ട് അവർക്ക് ഇത്രയും വർഷമായിട്ട്. അതുകൊണ്ട് അവർക്ക് ഇനി എന്തൊക്കെ പറഞ്ഞാലും അവരെ ഒന്നും ഇളക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ എൻ്റെ ഇൻവെസ്റ്റേഴ്സിനെ അടിച്ചു താത്താനോ അവരിൽ അവിശ്വസ്തത ഉണ്ടാക്കാനോ, അല്ലെങ്കിൽ ഞാൻ തുടങ്ങാൻ പോകുന്ന ആയിരക്കണക്കിന് എൻ്റെ ബാങ്കിങ് ബ്രാഞ്ചുകളും ജ്വല്ലറി ബ്രാഞ്ചുകളും മറ്റും അതൊന്നും എക്സ്പാൻഷനെ ബാധിക്കത്തക്ക രീതിയിൽ എന്തു പറഞ്ഞാലും വിശ്വസിക്കുന്ന ആൾക്കാരല്ല. അതുകൊണ്ടാണ്, ആ വിശ്വാസം ഉള്ളത് കൊണ്ട്, ആ ക്രെഡിബിലിറ്റി ഉള്ളത് കൊണ്ടാണ് ഈ 35 വർഷം ഞാൻ മുമ്പോട്ട് പോയത്. പിന്നെ താങ്കൾ പറയുന്നു ബോബി ബസാർ ആയിരക്കണക്കിന് തുടങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞു. ശരിയാണ്, തുടങ്ങിയില്ല എന്ന് പറഞ്ഞു. ഒരു ഹോൾസെയിൽ യൂണിറ്റേ ഉള്ളൂ. 3 ബോബി ബസാർ തുടങ്ങി ഞാൻ പൂട്ടി. അത് സത്യമാണ്. കാരണം അതിൽ ഉദ്ദേശിച്ച പ്രോഫിറ്റ് ഇല്ല, അതിന്റെ കഷ്ടപ്പാടുകൾ കൂടുതലാണ്. അതിലെന്താ തെറ്റ്? എത്രയോ വലിയ ഗ്രൂപ്പുകൾ ലാഭമില്ലാത്ത ബിസിനസ്സുകൾ നിർത്തി പുതിയ നല്ല ബിസിനസ്സുകൾ ചെയ്യുന്നു. ബിസിനസ്സിൽ ലാഭവും നഷ്ടം ഉണ്ടാവുമല്ലോ, അതിലിപ്പോ എന്താ തെറ്റ്? മലേഷ്യയിൽ ഗുണമില്ല, നിർത്തി. അമേരിക്കയിൽ എൻ്റെ ബ്രാഞ്ച് റിനോവേറ്റ് ചെയ്ത് ഇപ്പൊ തുടങ്ങാൻ പോവുകയാണ്. അവിടെ മാത്രമല്ല, അമേരിക്കയിൽ പല സ്റ്റേറ്റുകളിലും ബ്രാഞ്ചുകൾ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ അതൊക്കെ ഒരു തട്ടിപ്പാണോ അതൊക്കെ? പിന്നെ താങ്കൾ പറയുന്നു എൻ്റെ റോൾസ് റോയ്സ് ടാക്സി തട്ടിപ്പാണെന്ന്. എന്താണ് തട്ടിപ്പ്? ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഞാൻ ഫ്രീ ആയിട്ട് ഇതിൽ ഒരുപാട് പേരെ കയറ്റിക്കൊണ്ടുപോകും. ഒരുപാട് പേരെ ഫ്രീ ആയിട്ട് കയറ്റിക്കൊണ്ടുപോയിട്ടു. ഒരാളുടെ നിന്ന് ഞാൻ പൈസ വാങ്ങിയിട്ടില്ല. പിന്നെ 10,000 പേര് കയറണം എന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് ഇടാറുണ്ട്. പറ്റുന്ന സമയത്തൊക്കെ കയറ്റി കൊണ്ടുപോകാൻ പറ്റും. അതിലൊരു നന്മ കാണണ്ടേ? റോൾസ് റോയ്സിൽ കയറാത്ത എത്രയോ പേര് കയറി സെൽഫി വീഡിയോ എടുത്ത് എൻ്റെ കൂടെയൊക്കെ യാത്ര ചെയ്തു. അതൊരു നന്മയായിട്ട് കാണണ്ടേ നിങ്ങൾ? അല്ലാതെ ഇനി 10,000 പേരെ കയറ്റിയില്ല, ഞാൻ എന്താ കാശ് വാങ്ങിയിട്ടാണോ? അതൊരു തട്ടിപ്പാണ്. അങ്ങനെയൊക്കെ എന്തിനും തട്ടിപ്പ് 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 എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിൽ തട്ടിപ്പ്? അതുകൊണ്ട് നിങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കുക. നിങ്ങൾ വരൂ, ഞാൻ റോൾസ്